വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നൊരു കാലത്ത് തൊട്ടിട്ട് വൈകുന്നേരം വരെയുള്ള ഒരു ചെറിയ കുട്ടി ഡേ ലൈഫാണ് വിത്ത് ഫ്രണ്ട്സ് ആണ്. ഒരെണ്ണം അവിടെ വീടുത്തുണ്ട് നാണുകുണിയാണ്, അത് പണ്ട് കാര്യമില്ല. പിന്നെ ഇത് നൈവേദ്യ, ഇത് കാലത്ത് 9 മണിക്ക് വരുന്ന പറഞ്ഞത്. ഇത് പിന്നെ പറ്റിക്കാൻ കേമത്തി ആയതുകൊണ്ട് 9:30 ആയപ്പോഴാണ് വന്നത്. അത് 9:45 വന്നത്. അതിന് ഭയങ്കര നാളാണ്. ഞാൻ 9:30 വന്നേ, 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ 9:30. അതിന് നാളാണ് വീഡിയോക്ക് വരാൻ. അത് ഞാൻ ഇവരെ രണ്ടാളെ കൊണ്ടാണ് ഇൻട്രോ എടുക്കാൻ. അപ്പണ്ട് എന്താ ബുക്കൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഭയങ്കര നാളങ്ങിട്ട് നിൽക്കുന്നുണ്ടായി. പിന്നെ ഞാൻ തന്നെ ഇവിടെ കൂട്ടിയിട്ട് ഇൻട്രോ എടുക്കാൻ. ഇപ്പം ഞങ്ങൾ നേരം കളയാണ്ട് വേഗം തന്നെ കളിക്കായിരുന്നു. നെയിം ആൻഡ് പ്ലേസ് തിങ് ആയിരുന്നു ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആദ്യമേ കളിച്ച് തുടങ്ങിയതാണ്. പിന്നെയാണ് ഇൻട്രോ എടുക്കേണ്ട കാര്യം ഞാൻ മറന്നുപോയത് ആലോചിച്ചത്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ രണ്ടെണ്ണത്തിന് വെച്ച് ഇൻട്രോ എടുക്കാൻ വെച്ചു. അപ്പോൾ ഇൻട്രോ ശരിയായില്ല ഒരാൾ പറയണത്. മറ്റൊരാളാണെങ്കിൽ നാണം കാരണം പറയൂല. ബുക്കൊക്കെ മറിച്ച് ഫേസൊക്കെ മറിച്ചിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ വിചാരിച്ച് ഞാൻ തന്നെ ഇൻട്രോ പറയാമെന്ന്. അപ്പോൾ ആ ഫേസ് മറിച്ച് നാന്നുള്ള ആളാണ് കേട്ടോ ഈ വീഡിയോ എടുത്ത് തന്നത്. അതാകുമ്പോൾ ഫേസ് കാണിക്കണ്ടല്ലോ വീഡിയോയിൽ. അപ്പോൾ ആ നീലയ്ക്കാണ് ഭയങ്കര നാളം. പർപ്പിളിന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല വീഡിയോയിൽ വരുന്നതിന്. ആ വയലറ്റിൻ്റെ പേര് നൈബീര, നീലയുടെ പേര് ശ്രീനന്ദ. ഈച്ചങ്ങ 2 കേട്ടോ എൻ്റെ ഫ്രണ്ട്സ്. കൂടാതെ 2 കൂടി ഉണ്ട്. ഈച്ചങ്ങളെ വിളിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ വിളിക്കാൻ പറ്റിയില്ല ഗൈസ്. അതൊരു വിഷമം തന്നെയാണ്. പിന്നെ ഈ ഒരു ഗെയിമിൽ ഞാനായിരുന്നു ഗൈസ് വിന്നർ. കുറച്ച് മാർക്കിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ ഞാനും ശ്രീനന്ദയും തമ്മിൽ. നൈവേദ്യക്ക് 190 ഇങ്ങോട്ടായിരുന്നു, എനിക്ക് 260 ശ്രീനന്ദയ്ക്ക് 200 സംതിങ് ആണ്. നൈവേദ്യക്ക് 200 ആദ്യം കൂട്ടിയപ്പോൾ, പിന്നെ ഒന്നും കൂടെ കൂട്ടിയപ്പോഴാണ് 190 എന്ന് മനസ്സിലായത് കേട്ടോ. നൈവേദ്യ ആൾ ഭയങ്കര സാധാരണ സ്കൂളിൽ വരുന്ന രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായത്. 2 സൈഡിലും മുടിയൊക്കെ കെട്ടിയിട്ട്. അവൾ ആ രീതി തന്നെയാണ് സ്കൂളിൽ വരാറ്. പിന്നെ സ്നാപ്പിൽ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്താണുള്ളത്. എന്തായാലും അത് നോക്കണം, ലാസ്റ്റ് വരെ എന്തായാലും കണ്ടോളൂ കേട്ടോ. സ്നാപ്പിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. ഭയങ്കര ഫേസൊക്കെ ഭയങ്കര ക്യൂട്ട് പോലെ എനിക്ക് തന്നെ തോന്നി കേട്ടോ. പിന്നെ നാളെ കാലം വീഡിയോ ഒന്നും എൻ്റെ മുന്നിൽ കൊണ്ട് വരല്ലേ, ഫോണൊക്കെ മാറ്റടിയെന്നാണ് അവൾ പറയുന്നത്. അതെനിക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവൾ ആ സ്നാപ്പിൽ തന്നെ നോക്കി നടക്കുകയാണ്. അതാകുമ്പോൾ ഫോണിൽ കുറേ ഇങ്ങനെ നോക്കി നടന്നാൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൾക്ക് ഫേസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ, അതാണ് അവൾ അങ്ങനെ നടക്കുന്നത്. ഞാൻ അവളെ കുറേ വീഡിയോസ് അവൾ അറിയാണ്ട് തന്നെ എടുത്തിട്ടുണ്ട്. കാരണം അവള് സമ്മതിക്കുന്നതാണ് വീഡിയോയിൽ വരാൻ. എന്താണെന്ന് ചോദിച്ചാൽ അവൾക്ക് അറിഞ്ഞോളൂ, അവൾക്ക് ഇഷ്ടമല്ല വീഡിയോയിൽ വരാൻ. ഭയങ്കര നാണപ്പോൾ നൈവേദ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് 2 പ്രാവശ്യം ഞാൻ ശ്രീനന്ദി മാത്രം. ശ്രീനന്ദി ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ ലാസ്റ്റ് ഭാഗത്ത് സ്നാപ്പിലൊക്കെ എടുത്തതിൽ എന്നെ ശ്രീനന്ദി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത വീഡിയോ ക്ലിപ്പുകളാണ്. ശ്രീനന്ദ എടുത്തതാണ് സ്നാപ്പിൽ നിന്നാണ്. അപ്പോൾ ആ സ്നാപ്പിലത്തെ മൊത്തം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗത്താണ്, എന്തായാലും കാണാം. പിന്നെ ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സ്നാപ്പിലത്തെ വീഡിയോ ഒക്കെ ആഡ് ചെയ്തിട്ട്. ഞാൻ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് കണ്ട. നാടൻ കാരണം കൈയൊക്കെ പോയി തിരിഞ്ഞു പോയി. പിന്നെ അതേ അവൾ സ്നാപ്പിലത്തെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ കിട്ടിയ അവസരം മുതലാക്കി. അപ്പോൾ വേഗം വീഡിയോ എടുക്കാൻ അവളങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായില്ല വീഡിയോ എടുക്കണത്. അപ്പോൾ ആ ക്ലിപ്പ് ഞാൻ അതിൽ ആഡ് ചെയ്തത്. നല്ല മഴ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഒരു ചെറിയ ചാറലിൻ്റെ സമയത്താണ് ഞങ്ങൾ പിന്നെ ലാസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴേ നിങ്ങൾക്ക് ഞങ്ങളെ 3 കാണാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ നൈവേദ്യം ഉണ്ടാവില്ല, ഞങ്ങൾ 2 മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ ക്യാരം ബോർഡ് കളിക്കാൻ കയറി ഗൈസ്. അപ്പോൾ ഇതിൽ ഞാൻ തന്നെയാണ് ജയിച്ചിട്ടുണ്ടായത്. പിന്നെ അവൾ പോയതിന് ശേഷം ഞാൻ ചെസ് കളിക്കായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഗെയിംസിനോടൊക്കെ ഭയങ്കര താല്പര്യം. സ്കൂളിൽ ഇതിൻ്റെയൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട്, ചെസ്സിനെയും ക്യാരംസിൻ്റെ ഒക്കെ. അപ്പോൾ അതിലൊക്കെ ഞാൻ നേരെ പോയി പങ്കെടുക്കാൻ നിൽക്കും. ഇവർ രണ്ടാളും അങ്ങനെ പങ്കെടുക്കാൻ നിൽക്കാറില്ല, പക്ഷെ അവർക്ക് ഇഷ്ടമാണ് കളിക്കാൻ. പിന്നെ ചെസ്സ് അവിടെ സ്കൂളിലില്ല. ആ കോമ്പറ്റീഷൻ്റെ സമയത്ത് നമ്മൾ ചെസ് ബോർഡ് കൊണ്ടുപോകണം. ക്യാരം ബോർഡ് അവിടെ സ്കൂളിലുണ്ട്. പിന്നെ അത് ആക്ടിവിറ്റിയുമാണ് ക്യാരം ബോർഡ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ PT ഒക്കെ കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കളിക്കാറുണ്ട്. അങ്ങനെ എപ്പോഴും കളിക്കാറൊന്നുമില്ല, വല്ലപ്പോഴും. മാത്രമല്ല അവർ വന്നപ്പോൾ തന്നെ ചോദിച്ചു, നിൻ്റെ റൂം എന്താണ് മൊത്തം നീല, നിനക്ക് നീലയുടെ വല്ല പ്രാന്തുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായി. കാരണം ഞാൻ ഇട്ട ഡ്രസ്സ് നീലയാണ്, എൻ്റെ ബെഡ്ഷീറ്റ് നീലയാണ്. ഈ ബെഡ്ഷീറ്റ് നോക്കാണ്ടത് എൻ്റെ അച്ഛമ്മയുടെ ബെഡാണ്. അതിൻ്റെ അപ്പുറത്താണ് എൻ്റെ ബെഡുള്ളത്. അതും നീലയാണ്. അതിൻ്റെ തലക്കവർ എല്ലാം നീലയാണ്, പുതപ്പ് നീലയാണ്. പിന്നെ വാളുമ്പോൾ ഞാൻ ഒട്ടിച്ച പോസ്റ്റേഴ്സ്, അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായി, കണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും. അപ്പോൾ ആ പോസ്റ്റേഴ്സ് അടക്കം നീലയാണ്. പിന്നെ എൻ്റെ സ്റ്റഡി ടേബിൾ നീലയാണ്, അതിൻ്റെ കസാര ചെയർ നീലയാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഫാൻ അടക്കം നീലയാണ് ഗൈസ്. ഓക്കെ, എനിക്ക് നീലപ്രാന്താണ്. എനിക്ക് നീലയോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നീല കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊക്കെ നീല കളേഴ്സിൻ്റെ ലവേഴ്സ് ആണെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ബോക്സ് ചിലപ്പോൾ ഓണാക്കാൻ പറ്റാറുള്ളൂ. എന്താണെന്നറിയാം, ലോങ് വീഡിയോയിൽ അങ്ങനെയാണ്. ചിലപ്പോൾ ഓണാക്കാൻ പറ്റും, ചിലപ്പോൾ ഓണാക്കി ഇടാൻ പറ്റില്ല. ഓണാക്കിയിട്ടുണ്ടാവും, പക്ഷെ ചിലപ്പോൾ ഓണാവില്ല. അതെന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല, അതെന്തായാലും കണ്ടുപിടിക്കണം. പിന്നെ ഈ റിലേറ്റഡ് വീഡിയോ ഒക്കെ എനിക്കറിയാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്.
അത് കാരണം പക്ഷേ എനിക്ക് റിലേറ്റഡ് വീഡിയോ അടിയിൽ കൊടുക്കാൻ പറ്റാറില്ല. അതിൻ്റെ ഓപ്ഷൻ അവിടെ ഉണ്ട്, പക്ഷെ ഞാൻ ഞെക്കുമ്പോൾ അത് ശരിയാവാറില്ല. അപ്പോൾ അതൊക്കെ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പഴയ വീഡിയോസൊക്കെ എന്തായാലും റിലേറ്റഡ് വീഡിയോയിൽ ഇടാമല്ലോ. അപ്പോൾ എല്ലാവർക്കും കാണണം തോന്നി അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണാമല്ലോ. ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം നടക്കാൻ പോയി, അതിൽ നൈവേദ്യം ഉണ്ട്, പിന്നത്തേൽ നൈവേദ്യം ഉണ്ടായിരുന്നില്ല. ഇനി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല ക്ലിപ്പ് ലാസ്റ്റത്തേൽ. ഇത് മൊത്തം ഞാൻ എടുത്തതാണ്, പക്ഷേ ശ്രീനന്ദ ഞാൻ പറഞ്ഞതല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യുക ഇനി എങ്ങനത്തെ തരം വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നും. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇടാറുണ്ടല്ലോ, അപ്പോൾ എന്ത് ക്രാഫ്റ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം, പിന്നെ ഇനി ഞാൻ എങ്ങനത്തെ ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്യണം, അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾ പറയണതൊക്കെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കളിക്കായിരുന്നു അവൾ ഞങ്ങളെടുത്ത വീഡിയോസൊക്കെ നോക്കാം കേട്ടോ. ഈ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോയിൽ. ഞങ്ങൾ സ്നാപ്ചാറ്റിൽ നിന്ന് തുടങ്ങി, നൈവേദ്യം പോയി, പിന്നെ ഞങ്ങൾ രണ്ടാളും സ്നാപ്പിൽ തന്നെയായിരുന്നു. ഞാൻ കോടയൊക്കെ പിടിച്ച്, ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് സമയത്ത് ഒരു കുറച്ച് മഴയൊക്കെ ഇടുന്നു, അപ്പോൾ കുറച്ച് ക്യൂട്ട്നെസ് വാരി വെതറിയൊക്കെ കുടയൊക്കെ പിടിച്ച് വരുന്നുണ്ടായി. പിന്നെ ഇതാണ് ഞങ്ങൾ ക്യൂട്ട്നെസ് ഭയങ്കരമായിട്ട് വാരി വെതറിയിട്ടുണ്ടായിരുന്നു സ്നാപ്പിൽ. എന്താണെന്നറിയില്ല, നൈവേദ്യം കൂടെ ഉണ്ടാവണമായിരുന്നു. നൈവേദ്യം മാത്രമല്ല, പിന്നെ ബാക്കി രണ്ടാളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവരും കൂടെ വേണമായിരുന്നു. ഞങ്ങൾ രണ്ടാളും കുറേ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തിരിഞ്ഞു പോയിട്ടുണ്ട്, അതിന് ഞാൻ സോറി പറയുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എങ്ങനെയുണ്ട്.